സ്കൂളിലെ വിവിധ നിർമ്മാണങ്ങൾക്ക് കരിങ്കല്ല് പൊട്ടിച്ചു മാറ്റിയ പ്രദേശം വരൾച്ചയെ ചെറുക്കുവാൻ ഫലപ്രദമായി ഉപയോഗിച്ച കാഴ്ചയാണ് നെരിയംപാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന് പറയുവാനുള്ളത്. 2016 സ്കൂൾ പരിസരത്തെ ചെറിയ പാറയിടുക്ക് മഴവെള്ള സംഭരണിയാക്കാമെന്ന ആശയം ലഭിക്കുന്നത്. 8 ലക്ഷം രൂപയിലധികമാണ് സംഭരണി നിർമ്മാണത്തിനായി നിലവിൽ ചിലവഴിച്ചിരിക്കുന്നത്. സ്കൂളിനും അധ്യാപകർക്കും ലഭിച്ച ചില അവാർഡുകളുടെ തുക ഉപയോഗിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത്. സംഭരണിയുടെ നിർമ്മാണത്തിനായി വരുന്ന ചെലവ് വലിയ വെല്ലുവിളിയായിരുന്നു. തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് സ്കൂൾ അധികൃതർ അന്വേഷിച്ചു. ഫണ്ട് ലഭിക്കാൻ ഇടയില്ല എന്ന് കണ്ടതോടെ സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കാനായി ശ്രമം. സ്കൂളിനും അധ്യാപകർക്കും ലഭിച്ച ചില അവാർഡുകളുടെ തുക ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചു. ഘട്ടം ഘട്ടമായി പാറയിടുക്ക് കോൺക്രീറ്റ് ചെയ്ത് തിരിച്ചെടുത്തു. കോൺക്രീറ്റ് ഭിത്തിക്ക് മുകളിൽ ബലമേറിയ ഇരുമ്പഴികൾ ഉപയോഗിച്ച് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി. സ്കൂൾ പരിസരത്ത് പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും സംഭരിക്കുക എന്നതായിരുന്നു പിന്നത്തെ ലക്ഷ്യം. ഇതിനായി സ്കൂൾ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ പാത്തികൾ ഘടിപ്പിച്ചു. മണ്ണിനടിയിലൂടെ പൈപ്പുകളിട്ട് മുഴുവൻ വെള്ളവും സംഭരണിക്ക് സമീപത്തെ ടാങ്കിൽ ആദ്യം എത്തിക്കും. ഇവിടെ നിന്ന് 3 ഘട്ടമായി ഫിൽട്ടർ ചെയ്ത് സംഭരണിയിലേക്ക് ഇറക്കും. 8 ലക്ഷം രൂപയിലധികമാണ് സംഭരണ നിർമ്മാണത്തിനായി ചെലവഴിച്ചെന്ന് സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു. ഇത് ഈ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിന് ഇവിടെ അടുത്തെങ്കിലും സൗകര്യങ്ങളില്ല. എന്നാൽ ഒരു ദിവസം ഇത്രയും കുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും വളരെയധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇത് പണ്ടൊരു കട്ടപ്പനയിലൊരു വീട്ടിൽ ഇതുപോലെ ഒരു ടെറസിലെ വെള്ളം എടുത്തിട്ട് അവർ ശേഖരിച്ച് അവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതനുസരിച്ച് അങ്ങനെ അവിടെ നിന്നാണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ എല്ലാ കെട്ടിടത്തിലെയും വെള്ളം പല പല സ്ഥലത്ത് പാത്തി വെച്ചിട്ട് ആ പാത്തിയിൽ നിന്നും പൈപ്പിൽ കൂടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഈ കുളത്തിലേക്ക് ഇറക്കുക. അങ്ങനെ ഇത് കുടിവെള്ളത്തിന് പറ്റുന്ന രീതിയിൽ ആണ് ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിൽ നിന്നാൽ ടോയ്ലറ്റിന് വേണ്ടി മാത്രമേ ഉള്ളൂ. മഴ കുറഞ്ഞതിനാൽ സംഭരണശേഷി മുഴുവനായും ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സംഭരണിയുടെ പുറംഭാഗം സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾക്ക് അവരുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് രേഖപ്പെടുത്തുവാൻ തിരിച്ചു നൽകുവാനും സ്കൂൾ അധികൃതർ ആലോചിക്കുന്നുണ്ട്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.